രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകി. രാഹുൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അപേക്ഷ. രാഹുൽ അതിജീവിതയെ വാട്സപ്പിൽ വിളിക്കാൻ ശ്രമിച്ചെന്നാണ് ഹർജി. 28-ന് രാഹുൽ ഹാജരാകാൻ കോടതി നോട്ടീസ് നൽകി. VS അനു ഉണ്ട് വിവരങ്ങളുമായി. അനു, എന്തൊക്കെ വിശദാംശങ്ങൾ? കാര്യമാണ് ഇപ്പോൾ വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് ഈ രണ്ടാം പീഡന പരാതിയിൽ കോടതി ജാമ്യം നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായും പരാതിക്കാരിയെയോ സാക്ഷികളെയോ സ്വാധീനിക്കരുത്, അവരെ ഭീഷണിപ്പെടുത്തരുത് അടക്കമുള്ള കർശന നിർദ്ദേശങ്ങൾ ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സാപ്പിലൂടെ ഈ രണ്ടാമത്തെ പരാതിക്കാരിയെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ ഫോൺ എടുത്തില്ല. ആ ഫോൺ കോൾ അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പറയുന്ന പരാതിക്കാരി ക്രൈംബ്രാഞ്ച് സംഘത്തെ വിവരം അറിയിച്ചു. ക്രൈംബ്രാഞ്ച് പ്രോസിക്യൂഷൻ മുഖേന ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഈ ആപ്ലിക്കേഷൻ, അതായത് ഹർജി ഫയൽ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യവ്യവസ്ഥ റദ്ദ് ചെയ്യണം, കാരണം ജാമ്യവ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതി 28-ാം തീയതി ഹാജരാക്കാൻ രാഹുലിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ശരി അനു, ഏതായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷന്റെ അപേക്ഷ നൽകിയിരിക്കുന്നു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചു, അതായത് രാഹുൽ ഒരു അതിജീവിതയെ വാട്സപ്പിൽ വിളിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കോടതി ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുലിന് നോട്ടീസും അയച്ചിട്ടുണ്ട്.